14 ദിവസം, അത് കുറച്ച് കൂടുതലാണ്. അതല്ല, ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ നമുക്കൊരു 10 ദിവസം കൊണ്ട് ഡൽഹിയിലേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെയും പറ്റും. 5 ദിവസം കശ്മീർ മാത്രമാണെങ്കിൽ 5 ദിവസം കൊണ്ടും പറ്റും. അങ്ങനെ പറഞ്ഞത്. അതായത് ടോട്ടൽ 14 ദിവസത്തെ യാത്രയാണ്. കേരളത്തിൽ നിന്ന് എറണാകുളം നിന്നാണ് ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്. തൃശ്ശൂരിനോ കണ്ണൂരിനോ കാസർഗോഡ് നിന്ന് കോഴിക്കോട് നിന്ന് പാലക്കാട് നിന്ന് കേരളത്തിൽ ഏത് റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നും നിങ്ങൾക്ക് ഈ യാത്രയിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 14 ദിവസം ആഗ്രയും ഡൽഹിയും കശ്മീരും ഇൻക്ലൂഡ് ചെയ്തുള്ള യാത്രയാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് 10 ദിവസമാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ ഡയറക്റ്റ് ഡൽഹിയിലേക്ക് ഫ്ലൈറ്റിന് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഗ്ര ഡൽഹി കശ്മീർ കാണാം. ഇനി അതല്ല, ആഗ്ര ഡൽഹി മാത്രമാണെങ്കിൽ 5 ദിവസം കൊണ്ട് നിങ്ങൾക്ക് യാത്ര അടിപൊളിയായിട്ട് ചെയ്തു വരാൻ പറ്റും. ഡൽഹിയിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റിന് വന്നാൽ മതി. ഇനി നിങ്ങൾക്ക് കശ്മീർ മാത്രമാണെങ്കിൽ ഡയറക്റ്റ് കശ്മീർ ശ്രീനഗർ എയർപോർട്ടിലേക്ക് നിങ്ങൾക്ക് എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ ഈ യാത്രയിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ടോട്ടൽ 14 ദിവസമാണ് ഫുൾ ട്രെയിനാണെന്നുണ്ടെങ്കിൽ. ഇനി ഡൽഹിയിലേക്കോ കശ്മീരിലേക്കോ ഫ്ലൈറ്റിന് വരാണെങ്കിൽ ആ ഒരു ട്രെയിനിൻ്റെ ജേണി നിങ്ങൾക്ക് കട്ടായി കിട്ടും. അപ്പോൾ നിലവിൽ ടിക്കറ്റുകളുണ്ട്. ഓഗസ്റ്റ് 2-ാം തീയതിയും ഓഗസ്റ്റ് 12-നുമാണ് പോകുന്നത്. ട്രെയിനിനാണ് പോവുക. നിലവിൽ ടിക്കറ്റുകളുണ്ട്. താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് താഴെ കൊടുത്ത നമ്പറുകളിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം.